ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഓർക്കണേ, അള്ളാഹു നിന്റെ മുമ്പിലേക്ക് അള്ളാഹു മുന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റും, ഒരാളോടെ 1 to 1 അല്ലേ. ഞാൻ ഹുസൈനാജിയോട് സംസാരിച്ചു, അത് ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല, അത് നിർത്തിയിട്ട് വേണം പറയാൻ. അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. സൃഷ്ടികൾക്ക് 1 to 1 പറ്റൂ, അള്ളാഹു 1 to billion ഒരേ സമയത്ത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയും. അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം. മുഖാലിഫുല്ലിൽ ഹവാദിസ്, അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു തആല ചെയ്തു തീർക്കും. കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം 1 to 1 അള്ളാഹുവിന് കൺവേഴ്സ് ചെയ്യാൻ കഴിയും. ഇതാണ് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ, അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, അള്ളാഹു തആല നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്, നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്കെന്താണ് പറഞ്ഞിട്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത്. നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത്. നീയാണ് അവരുടെ കരങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടുകൊടുക്കാനുള്ള അവസരം നൽകിയത്. നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ. നീ റബ്ബുൽ ആലമീനാണ്, അർ-റഹ്മാനിർ റഹീം. എന്നാലും നീ കാരുണ്യവാൻ തന്നെ, നീ കരുണാവാരിധിയാണ് റബ്ബേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, കാരുണ്യവാനായ റബ്ബേ, ഇബാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ. ഒരു മഖ്ലൂക്കിനും മഖ്ലൂക്കിൻ്റെതായ കഴിവില്ല റബ്ബേ. സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് തമ്പുരാനെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി, അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ല റബ്ബേ. വലല്ലാലീൻ, പിഴച്ചുപോയവരുടെ മാർഗവുമല്ല, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ. ആമീൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. അല്ലാഹു ആണെങ്കിലോ ഒരാൾക്കും പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബേ. ഇറക്കം വിടുമ്പോ സുബ്ഹാനല്ലാഹ് എന്തേന്നറിയോ? സുബ്ഹാൻ അർത്ഥം എന്താ? അല്ലാഹുവേ യു ആർ ട്രാൻസെൻഡ്, അല്ലാഹുവേ നീ ഒരു, അല്ലാഹു അക്ബർ, ബസ്സിലൊക്കെ വെറുതെ ഉള്ളത് അല്ലാഹു അക്ബർ. ആ രണ്ട് പൊസിഷനിലുമുള്ള ദിക്റിന്റെ പ്രത്യേകത നോക്കോ ഇല്ലയോ? അല്ല, ഉയർന്നതിന് മുഴുവൻ സമാ എന്ന് പറയും. അല്ലാഹുവേ നീ ഉന്നതിയിലാണ്, അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അല്ലാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു അവന്റെ സൃഷ്ടികളിലേക്ക് വരില്ല. وَعْلَمْ بِأَنَّ جِهَةَ التَّصْدِيقِ لِقَلْبِكَ أَنَّهُ قَرِيبٌ مِنْكَ, അല്ലാഹു നിന്റെ മുമ്പിൽ അള്ളാന്റെ റഹ്മത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും. ഉമ്മമാരെ നിസ്കരിക്കുന്ന ആ നിസ്കാര റൂമുകൾ, അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അള്ളാഹു മുമ്പിലുണ്ട്. ആലോചിച്ച് നോക്കൂ, അള്ളാഹു അരികത്തുണ്ട്. ഖാദിർ, നമ്മളുണ്ടോ ആരുണ്ട് എന്നറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നെ പറ്റുമോ എന്നറിയില്ല. ആയുസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം. അങ്ങനെ പറഞ്ഞക്കേടാണ്. ഉസാമ റളിയല്ലാഹു അഫാനല്ലാഹ്, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. എന്താ ചെയ്യാം? ഫഇദാ റകഅത ഫലാ തുഅമ്മിലൻ, നമ്മുടെ വലതു ഭാഗത്ത് സ്വർഗ്ഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ. ശരിക്കാണ്, നമ്മൾ സ്വർഗ്ഗവാതിലുകൾ തുറന്നു കിടക്കുകയാണ്. കത്തിയാളുന്ന നരകവാസികളുടെ ആർത്തനാദ. പരിശുദ്ധമായ ഹബീബിന്റെ ഹദീസിൽ വന്ന മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ മീതയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഓർമ്മയുണ്ടായിരിക്കാം. ഫഇദാ ഫഅൽത, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഅൻത മുസല്ലിൻ, അതാണ് നിന്റെ നിസ്കാരം, അതാണ് നിന്റെ നിസ്കാരം എന്ന് മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൊടുത്തു മാഷാ അല്ലാ. എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് അല്ലേ? ഫ്രീ ആണ് അല്ലേ? സമ്മേളനത്തിന് കടല കച്ചവടം നടത്തി, വെള്ള കച്ചവടമൊക്കെ നമ്മൾ വിചാരിക്കും സ്വലാത്തിന്റെ വാർഷികം കൂടിയാണ്. മാഷാ അല്ലാ, അതൊക്കെ നല്ല കാര്യമല്ലേ? അൽഹംദുലില്ലാ.
ഭക്ഷണം പാക്കിങ്ങൊക്കെ ഓക്കെ അല്ലേ? ഈ ചൂടൊക്കെ ആയതുകൊണ്ടേ ഒന്ന് കേടുവന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. റാഹത്ത് ബിസ്മിൻ ചൊല്ലി കൊടുത്തേക്ക്. വലത് ഭാഗത്ത് നിന്ന് തുടങ്ങിക്കോളി. ബിസ്മില്ല ആരംഭിക്ക്. അൽഹംദുലില്ലാ. അത് ഫ്രീ ആട്ടോ. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, ഇത് ഭയങ്കര സംഭവമായല്ലോ. ആരൊക്കെ ഇതിന് സഹായികൾ? അല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, അമാ തസൂഫി സ്വലാത്തിക, ആമിർ ഇബ്നു ഖൈസേ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഒരു വേറെ ചിന്തയൊന്നും വരില്ലേ? നിങ്ങൾ നിസ്കാരത്തിൽ മറവിയൊന്നും ഉണ്ടാവില്ലേ? നിങ്ങളുടെ നിസ്കാരം അത്ര ശ്രദ്ധയിലാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ മഹാനായ ആമിർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, അവ ഹദീസുൻ അഹബ്ബ, മഹ്ബൂബിനോടുള്ള അഭിസംബോധന നമ്മുടെ എല്ലാ ചിന്തകളും മറപ്പിച്ചു കളയുന്നു. അതാണ് കാമുകന്മാരൊക്കെ ഉമ്മയും വാപ്പയും കടന്നുറങ്ങിയാൽ തുടങ്ങണ ഫോണ് പിന്നെ സുബഹി കഴിഞ്ഞിട്ട് അവസാനിക്കുക. എന്താണ് പറയാനുള്ളതെന്ന് ഓൾക്ക് തന്നെ അറിയുള്ളൂ അല്ലേ? കല്യാണം കഴിയണവരെ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സംസാരമായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്ര ആവേശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പറയും, അല്ല നിങ്ങൾ എന്തോ ഒരു ഫോൺ ചെയ്ത മനുഷ്യനാണ്, ഇപ്പം എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കണ പോലും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? കുറച്ചെങ്കിലും ബാക്കി വെക്കാനുണ്ടാവണമെന്ന്. എല്ലാ കഥയും പറഞ്ഞ് തീർക്കരുത്. സീരിയലൊക്കെ അവസാനിപ്പിക്കണ പോലെ ഒരു ചെറിയ ഒരു 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 കൺഫ്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ കല്യാണം കഴിയേണ്ട മുമ്പ് നിങ്ങൾ തേനെ പൊന്നെ എന്ന് പറഞ്ഞിട്ട് വെറുതെ മറീന ബീച്ചിലും അവിടെ മറൈൻ ഡ്രൈവിലും പോയിട്ട് കറങ്ങണ്ട. കാരണം ആ പറയണതൊക്കെ നുണയാണ്. ആദ്യം പറയാം, നമ്മുടെ ഹണിമൂൺ മലേഷ്യയിലാട്ടോ, ഓന് പാസ്പോർട്ട് വരെ വാങ്ങാനുള്ള വകുപ്പുണ്ടാവില്ല. പക്ഷെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ പറയും, നമ്മൾ 300 രൂപയ്ക്ക് ചായ കിട്ടേണ്ട കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലേ കൊച്ചിയിൽ, നമ്മൾ അവിടെ വന്നിട്ടാകാരം നമ്മുടെ ആദ്യത്തെ കോഫി മീറ്റ്. ആയിക്കോട്ടെ, നടക്കാൻ പോണില്ല എന്ന് അവനും അറിയാം, അവൾക്ക് ഒരു ആഗ്രഹം. കേട്ട് നല്ലതല്ലേ കേൾക്കണത്? ആരോ പണ്ട് ഗൾഫിൽ നിന്ന് പൈസ അയക്കണ കഥ പറഞ്ഞിട്ടില്ലേ? 1,00,000 രൂപയിൽ അമ്മായിമാർക്ക് ഇത്ര, നിങ്ങൾക്ക് ഇത്ര, അനുജന് ഇത്ര, അതൊക്കെ തരാനാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ അടുത്ത് ജോലി വരെ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ വക പഞ്ചസാര കലർന്ന വർത്തമാനങ്ങൾ പറയുമ്പോഴേ അതൊന്നും ഹഖീഖത്തല്ല. അതിനാണ് നിക്കാഹ് അവനവൻ്റെതാകണത് വരെ ഇതൊക്കെ പറയുള്ളൂ. അവനവൻ്റെ കയ്യിൽ കിട്ടിയാൽ, വിവാഹം ചെയ്ത് ഇവൾ എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ ആവേശമൊക്കെ പോവും. അതാണ് ഈ ചാടിപ്പോണ കുട്ടികളൊക്കെ 6 മാസം കഴിഞ്ഞ് വെക്കേഷന് വരുന്ന പോലെ വരുന്നത്. ആ തുടക്കത്തിൽ പോണ ആവേശമൊന്നും ഒരു 6 മാസം 3 മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുവരെ ഇവർക്ക് തോന്നും, റബ്ബേ ഇവൻ എൻ്റെ ജീവനാണ്, മൈ താരെ തോടുക്കെ ലാവുങ്ക, മൈ ദുനിയ ഘുമാവുങ്ക, മൈ തുമേ ചാന്ദിലെ ജാവുങ്ക, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ വെറുതെ പറയാം. ഓട്ടോറിക്ഷ വെച്ചിട്ട് അങ്കമാലിക്ക് പോകാൻ വകുപ്പുണ്ടാവില്ല. പക്ഷെ ഈ വർത്തമാനങ്ങളാ പറയാ. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് വേണ്ട, ആ വക സോഫ്റ്റ് കോർണറും സ്നേഹവും പ്രേമവും അതൊക്കെ എടുത്തു വെച്ച് കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയോട് അവൾ നിൻ്റേതാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സത്യസന്ധമായി നടക്കണത് പറഞ്ഞാൽ മതി. കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. കാര്യം നടക്കണിൻ്റെ മുമ്പ് അതൊക്കെ പറയാം. നടന്നു കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം. അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിൻ്റെ മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഡേറ്റിംഗ്, ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് പാടില്ലെന്ന് പറയാൻ കാരണം അത് വഞ്ചനയാണ്. പ്രേമിച്ചവർ നടക്കുന്ന നടത്തം കണ്ട അത് മനസ്സിലാവും. നോക്കണം, മെഹബൂബിനോട് സംസാരിച്ചാൽ പിന്നെ ആർക്ക് മടുപ്പ് വരും? മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയാ, നിസ്കരിക്കുമ്പോൾ മടുപ്പ് തോന്നി, ഞാൻ എൻ്റെ മെഹബൂബായ റബ്ബിനോടാണ് സംസാരിക്കുന്നത്. ഒരു മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും മടുപ്പുണ്ടാവോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ എനിക്ക് മടുപ്പ് വരാന്ന് ചോദിക്കേ? ഞാൻ ഓതുന്നത് അള്ളാഹുവിൻ്റെ വചനമല്ലേ? ആ വചനത്തെക്കാളും മധുരമുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ? ഞാൻ അതല്ലാതെ മറ്റൊന്നൊന്ന് ചിന്തിക്കാൻ എന്ന് ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടിയാണിത്. ആ മധുരം അറിഞ്ഞപ്പോഴാണ് മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞു പോയ അതാ ഇബ്നു യസാർ എന്ന് പറയുന്ന സഹോദരനുണ്ട്, മുസ്ലിം ഇബ്നു യസാർ. രണ്ടുപേരും പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ലാ യൽതഫിതു ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നുവെന്ന് മനസ്സിലായത് ബഗ്ദാദിലെ പള്ളി പൊളിഞ്ഞു വീണപ്പോൾ, പള്ളിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീണ് പള്ളിയിലെ മുഴുവൻ ആളുകളും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഓടിയപ്പോ മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവര് ആ പള്ളിയുടെ പതനത്തിന്റെ ഘോട്ടുകളും പറയും, ഇനി നമുക്ക് ഉറക്ക വർത്തമാനം പറയാം, ഇനി നമുക്ക് ഉറക്ക ചിരിക്കാം. എന്തേ? നമ്മൾ വർത്തമാനം പറഞ്ഞാൽ വാപ്പ കേൾക്കാൻ പോണില്ല. നമ്മളെന്താ പറയാ, നിസ്കരിക്കട്ടോ, മുണ്ടല്ലേ വാപ്പ നിസ്കരിക്കുക. എന്തേ? മകനൊരു തമാശ പറയുമ്പോൾ വാപ്പ നിസ്കാരം മുറിഞ്ഞു പോകും. കേൾക്കുന്നത് മുഴുവൻ നിസ്കാരത്തിലുള്ള
ആരെങ്കിലും വർത്താനം അപ്പോൾ നീ എപ്പോഴാണോ കേട്ടത്? ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഞങ്ങളാ പറഞ്ഞതൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് നിസ്കാരം! മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവർ പറയാ, മക്കളോട് പറയും, പിന്നെ മക്കളെ നിങ്ങൾക്ക് വേണ്ട കഥയൊക്കെ പറഞ്ഞു കേട്ടോ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുക, ഞാനത് കേൾക്കാൻ പോകണില്ല. അതൊരു കോൺസെൻട്രേഷൻ അല്ലേ? നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ബഷീർ മാഷൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. നമുക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത്രയും മനോഹരമായ സംഭവങ്ങളുണ്ടോ? അത്ഭുതമല്ലേ? ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെടില്ല. പെൺകുട്ടി അല്ലേ, കഴിഞ്ഞു പോയ രാഷ്ട്രപതിമാരുടെ മുഴുവൻ പേര്, പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ പേര്, എല്ലാ നദികളുടെ പേര്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയാ? എനിക്കറിയില്ല അല്ലേ. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയാ, വാദമൊക്കെ കേൾക്കുമ്പോഴേ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ 7 ലക്ഷം ഹദീസ് അല്ലെങ്കിൽ 10 ലക്ഷം ഹദീസ്, ഇമാമുന ഷാഫിഈ തങ്ങൾ സനദടക്കം 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കി ഇതൊക്കെ പറയും. ഇതൊക്കെ നടക്കുമെന്ന് തോന്നിയിരുന്നു. ഈ കുട്ടിയുടെ കഥ കണ്ടപ്പോൾ മനസ്സിലായി, ഇതുപോലെ അള്ളാഹു കൊടുത്ത മൗഹിബത്ത്, അള്ളാഹു നൽകുന്ന ദാനമായ മെമ്മറി ഇതുണ്ടെങ്കിൽ എന്ത് പ്രയാസം, എന്ത്! മുസ്ലിം ഇബ്നു യസാർ എന്നവർ അങ്ങനെയാണ് പരിശുദ്ധമായ നിസ്കാരത്തിന്റെ മധുരമറിഞ്ഞപ്പോൾ പള്ളി പൊളിഞ്ഞു തകർന്നു വീണത്, അറിയാതെ പോയത്. അത് സാധ്യമാണ്. മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞ പരിശുദ്ധമായ സുലൈമാനു തൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരിശുദ്ധമായ മസ്ജിദിൽ മുഅദ്ദിനായിരുന്ന മഅ്മറുൽ മുഅദ്ദിൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ സുലൈമാനു തൈമി തങ്ങൾ ഓതുന്ന തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. വളരെ മനോഹരമായി എല്ലാ രാത്രികളിലും അത് ഓതുന്നവർക്ക് ഖബറിന്റെ ശിക്ഷയുണ്ടാവില്ലെന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലുണ്ട്. സൂറത്തു തബാറക മഹാനായ സുലൈമാനു തൈമി തങ്ങൾ അവിടുത്തെ പള്ളിയിൽ വെച്ച് ഓതാൻ തുടങ്ങിയപ്പോൾ മഹാനവറുകൾ 27-ാമത്തെ ആയത്ത് فلما رأوه زلفة سيئت وجوه الذين كفروا, അപ്പുറത്ത് ഓതാൻ പറ്റിയില്ല. فلما رأوه زلفة سيئت وجوه الذين كفروا. കാഫിറുകളായ ആളുകൾക്ക്, ദൈവനിഷേധം നടത്തിയ ആളുകൾക്ക്, നിരീശ്വരവാദം പറഞ്ഞു നടന്ന ആളുകളുടെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുമ്പോൾ, ആ നരകത്തിലേക്കാണ് അവർ പോകാൻ നിൽക്കുന്നതെന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന വളരെ ഭ്രാന്തമായ ഭീതിജനകമായ ആ ഭാവപ്രകടനമാണ് അള്ളാഹു ഈ സൂറയിലെ ഈ കൊച്ചു വാക്കുകളിൽ പറയുന്നത്. നരകം കാണുമ്പോൾ അവർ പേടിച്ചു പോകും. ആ ആയത്തിങ്ങനെ ഓതി അവിടെ തന്നെ നിന്ന് കരയുന്നു. ഫലമ്മാ റഅൗഹു സുൽഫ സീഅത് വജൂഹുൽ ലദീന കഫറൂ. കാഫിറുകളായ ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന മുഖം വിവർണമാകുന്ന രംഗം മഹാനായ സുലൈമാനി തൈമി തങ്ങള് ആ സൂറത്ത് ഓതിയിട്ട് വരും, ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് പള്ളിയുടെ മുക്രിക്കയായ മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്നവരെ ഒരുപാട് നേരം കാത്തുനിന്ന് മഹാനവറുകൾ ഓത്ത് നിർത്താതെ വന്നപ്പോൾ മഹാനവറുകൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ പള്ളിയിൽ മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളുണ്ട്. മുസാഹബ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ മഹാനായ സുലൈമാൻ തൈമി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ റഔഹു സുൽഫതൻ സീഅത് വജൂഹുൽ ലദീന കഫറൂ. അതിനപ്പുറത്തേക്ക് ഓതാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ 6-7 മണിക്കൂർ നേരം ആ ഒരറ്റായത്തിനെ കുറിച്ച് മഹാനായ ഇബ്രാഹിം തങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളോട് സുബഹിക്ക് വാങ്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് മഹാനായ സുലൈമാൻ തൈമി തങ്ങൾ അറിയുന്നത് രാത്രിയുടെ മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞുപോയില്ല. മെഹബൂബുമായുള്ള സംസാരത്തിലാണ്, അള്ളാഹുമായുള്ള സംസാരത്തിലാണത്. ഇത് കാമുകന്മാരുടെ സംസാരം പോലെയല്ല. ഇത് ഒറിജിനൽ മെഹബൂബാണ്. ഈ മെഹബൂബ് നിങ്ങളെ വഴിയിലിട്ട് ഓടിപ്പോവില്ല. ഈ മെഹബൂബ് നിങ്ങളെ ഒഴിവാക്കി പോകില്ല. ഈ മെഹബൂബ് നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുന്ന മെഹബൂബല്ല. ആ മെഹബൂബിന്റെ വാക്കുകളാണിത്. ഇമാം ഖസാലി തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾക്കൊരു കത്തൊരാൾ കൊണ്ടു തന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങളുടെ കുതിരയോ നിങ്ങളുടെ ഒട്ടകമോ സൈഡാക്കിയിട്ട് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ?
ഇന്ന് പറയുകയാണെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ ബൈക്ക് നിർത്തിയിട്ട് കാറ് നിർത്തിയിട്ട് നമ്മൾ ചില അർജന്റ് മെസ്സേജുകൾ വായിക്കാറില്ലേ? മഹാനായ ഗസാലി ഇമാം ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരാൾ കത്ത് കൊടുത്തയച്ചാൽ അത് വഴിയിൽ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാഹനം വഴിയിലേക്ക് ഒതുക്കി വെച്ച് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ? അള്ളാഹുവിൻ്റെ 6236 വരികളുള്ള കത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കത്ത് വായിക്കുന്ന ബഹുമാനം പോലും ആ ഒരു സമയം പോലും അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലേ? എന്താ മുഅ്മിനേ ഈ വാക്കൊക്കെ? എന്താണ് ഈ ചിന്തകളൊക്കെ? നമ്മൾ ആലോചിച്ചു നോക്കിൻ. ഒരു ജീവിതമേ ഉള്ളൂ കേട്ടോ. യോ ലോ എന്ന ചെറുപ്പക്കാർ പറയാ, അല്ല യോൾട്ട്. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, ഇനി പരലോക വരാനുള്ളത്. യു ഓൺലി ലിവ് വൺസ്, യോലോ. നമ്മൾ യു ഓൺലി ലിവ് ട്വൈസ്. 2 ജീവിതമുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ ഈ ഇബാദത്തിൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ. ഇനിയൊരു കർമ്മം ചെയ്യാൻ തിരിച്ചു വരില്ല. ഖബറിൽ കിടക്കുന്ന ആളുകൾ കൊതിച്ചു പോവാൻ. അല്ലാഹുവേ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഞാൻ എത്ര ഫേസ്ബുക്ക് വായിച്ചു, എത്ര വാട്സപ്പ് വായിച്ചു, എത്ര സീരിയൽ കണ്ടു, എത്ര സിനിമ കണ്ടു, എത്ര ന്യൂസ് ചാനൽ വെറുതെ ചർവണം നടത്തി അവർ നടത്തുന്ന ചർച്ചകൾ തിരിച്ചും മറിച്ചും ചാനൽ മാറ്റി കണ്ടു. അതിനിടയിൽ ഒരു പേജ് ഖുർആൻ ഓതാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. അപ്പോഴേക്കും നീ എന്നെ കൊണ്ടുപോയല്ലോ. ഇനിയൊരു അവസരം തരുമോ? യാ ലൈതഹാ കാനതിൽ ഖാദിയാ. പരലോകത്തേക്ക് വരുമ്പോൾ ദുന്യാവിൽ മരിച്ചുപോയ മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ജഹന്നം. അത് മനുഷ്യൻ വെറുതെ പറയാ. ഒരു ചാൻസ് തരുമോ? ആ ചാൻസ് കൊടുത്താലോ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാഹു തആല പറയാം, വെറുതെ പറയാണ്.